പൊതുജന മാന്യ വ്യക്തികളെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദുഃഖവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പാസ്റ്റർ ലാസർ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏകദേശം 45 വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പഠനമെന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യത്തെ കീറി മുറിച്ച് ജനമധ്യത്തെ പഠിപ്പിക്കുന്ന ഒരു ദേഹമാണ്. സ്തോത്ര ഹല്ലേലൂയ. ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി, അവിടെ നേറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി, ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി ജാതിമത ഭേദമന്യേ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം യാചിക്കുകയും ചെയ്ത ഒരു വലിയ കർത്തൃദാസൻ. പ്രൈസ് ദി ലോർഡ്. ഈ കർത്തൃദാസൻ്റെ ഈ ദേഹവിയോഗം ആർക്കും സഹിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പുള്ള ഒരു ചൊവ്വാഴ്ച, അതായത് ഇന്നലെ ചൊവ്വാഴ്ച, അതിന് മുമ്പുള്ള ഒരു ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് 2 മണിക്ക് എന്നെ ഫോണിൽ വിളിക്കുകയായിരുന്നു. ഇങ്ങനെ പതിവില്ലായിരുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം എന്തിനാ വിളിച്ചത്? കാരണം എൻ്റെ ഫോൺ എപ്പോഴും ചാലുവാണ്, എപ്പോഴും പ്രവർത്തിക്കുന്നതാണ്. ഏത് ഭാഗത്തു നിന്നും ദൈവമക്കൾ പ്രാർത്ഥനയ്ക്കായി വിളിക്കുമ്പോൾ ഏത് സമയത്തും ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അതുപോലെ 2 മണിക്ക് പ്രത്യേകിച്ചൊട്ടും വിളിക്കുവാൻ ഇടവരാത്ത പാസ്റ്റർ ലാസറിൻ്റെ ഫോൺ കേട്ട് ഞാൻ വളരെ അന്തം വിട്ടുപോയി. ഞാൻ എന്താ പാസ്റ്ററെ എന്ന് ചോദിച്ചു. പാസ്റ്റർ അപ്പോൾ പറയുകയാ, സിസ്റ്ററെ, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ തനിയെ പോയി. അവിടെ പോയപ്പോൾ എന്നെ ആരോ വടി കൊണ്ട് അടിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് അടിക്കാൻ ഇങ്ങനെ തലയിൽ ഓങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ സ്തോത്രവും കരുതലോടുകൂടെ ദൈവസന്നിധിയിൽ സ്തുതിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് അത് മാറി മറ്റൊരു ഭാഗത്തേക്ക് പോയി 2 വടി കൊണ്ട് അവരെ അടിക്കുന്നത് കണ്ടു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ഉടൻ തന്നെ പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് 6 മണിവരെയും നമ്മൾ ഫോണിലൂടെ പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ഒരു കൺവെൻഷനിൽ 4 ദിവസവും താൻ പങ്കെടുത്തു. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? നല്ലതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. എൻ്റെ ശരീരം അധികമായ ആരോഗ്യത്തോടു കൂടെ ഞാൻ കാണുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പന്തികേട് തോന്നി. കാരണം വീഡിയോ ഇട്ട് കണ്ടപ്പോൾ മുഖത്തിൻ്റെ ആ ശോഭയ്ക്കൊരു മാറ്റം സംഭവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ആശുപത്രിയിൽ പോകണമെങ്കിൽ പോകണം ഉടനെ. പ്രഷറും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഇല്ല സിസ്റ്ററെ, എനിക്കൊന്നുമില്ല, നല്ല ആരോഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. തിങ്കളാഴ്ച വൈകുന്നേരവും ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു, പ്രാർത്ഥിച്ച് തീർന്നു. ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം ഒരു ഉപവാസത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂമിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല, എൻ്റെ മക്കൾ ഫോൺ കൊണ്ടുപോകുന്നു, അതുകൊണ്ട് എനിക്ക് കയറാനൊക്കത്തില്ല, സിസ്റ്റർ അത് നടത്തിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പാർശ്വല എൻ്റെ മാതൃസഭയിൽ ഒരു മരണം നടന്നു, അതിനെനിക്ക് പോകാതിരിക്കാനൊക്കത്തില്ല. എന്നാലും ഞാനത് 11:30 വരെ ഞാനത് ക്രമീകരിച്ചിട്ട് ഞാൻ വേറെ ആളുകളെ ഏൽപ്പിച്ചിട്ട് കടന്നു പോകാമെന്ന് പറഞ്ഞു. അതുപോലെ ഞാനത് ചെയ്തു.
ഞാൻ പാറശാല സഭയിൽ പോയി ശുശ്രൂഷയിൽ അത് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് മാറുമ്പോൾ നമ്മുടെ പാസ്റ്റർ അത് കുഞ്ഞുമോൻ മീഖായേൽ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ലാസറിന് അസുഖമാണ്, കൂടുതലാണ്, ഒന്ന് പാസ്റ്റർ അത് എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ശുശ്രൂഷയ്ക്കായി അദ്ദേഹം കയറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉടനെ തന്നെ അത് പലരെയും വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല, അത് പാസ്റ്ററുടെ നമ്പറിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഒന്നും എനിക്ക് അറിയാൻ തക്കവണ്ണം പാടില്ല. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്ര ഹല്ലേലൂയ. പിന്നെ ഞാൻ അറിഞ്ഞു അദ്ദേഹം അത് നിദ്രയിലാണ് എന്ന്. സ്തോത്രം. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് താൽക്കാലികമായ ഉറക്കമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഉറക്കം പെട്ടെന്നുണരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, നാം എല്ലാവരും ഒരു നാൾ വിട്ടുപോകേണ്ടവരാകുന്നു. സ്തോത്രം. അതുകൊണ്ട് നാം ആരും ഭയപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. സന്തോഷത്തോടു കൂടെ അത് ജനിക്കുമ്പോൾ അത് കരയണം പ്രിയമുള്ളവരെ. എന്തുകൊണ്ടെന്നാൽ ആ മനുഷ്യൻ ഈ ലോകത്തിൽ പല പങ്കപ്പാടുകളും അനുഭവിച്ചുകൊണ്ട് വേദനയുടെ നടുവിൽ ആയിരിക്കേണ്ട ഒരുത്തൻ ഒരുത്തിയായതുകൊണ്ട് ജനിക്കുമ്പോൾ അവരെ ഓർത്തൊക്കെ കരയണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരിക്കുമ്പോൾ നാം കരയുവാൻ പാടില്ല. സന്തോഷത്തോടു കൂടെ ഈ ലോകത്തിലെ സർവ്വവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളും മാറി താൻ സ്വസ്ഥമായി അല്പസമയത്തേക്ക് ഒന്ന് വിശ്രമിക്കുവാൻ തക്കവണ്ണം പോകുന്നു. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, പ്രിയ അതേ പാസ്റ്ററുടെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ബന്ധുക്കളോടും എനിക്ക് പറയുവാനുള്ളത്, നാം ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ശ്രേഷ്ഠദാസന്മാർ നോക്കുക, എത്രയോ നിരനിരയായി തൻ്റെ മകന്റെ ശുശ്രൂഷയെ ചെയ്യുവാൻ തക്കവണ്ണം, അതേ അന്ത്യ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം, തന്നെ പൊടിയിൽ നിന്ന് എടുത്തത് കൊണ്ട് പൊടിയിൽ ചേർക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി പ്രാർത്ഥനയുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. നോക്കുക, കഴിഞ്ഞ ദിവസത്തിൻ്റെ തിങ്കളാഴ്ച വരെ കോരിച്ചൊരിയുന്ന മഴ ഉണ്ടായപ്പോൾ ഇന്നലെയും ഇന്നും അതേ ദൈവത്തിൻ്റെ മകൻ്റെ നല്ല സംസ്കാര ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം പ്രകൃതി പോലും നമുക്ക് കനിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. വളരെ സ്തുത്യർഹമായ ശുശ്രൂഷയ്ക്ക് അവസരമുള്ളതിനാൽ സ്തോത്രം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ തുടിയങ്കോണം സഭയുടേതായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇപ്പോൾ. അത് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം വയ്ക്കുന്നതാകുന്നു. സ്തോത്രം. കാരക്കുണം സർക്കിളിലെ തുടിയങ്കോണം സഭയുടെ പ്രിയപ്പെട്ടവർ അത് പുഷ്പം ചാർത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. സങ്കടവും കണ്ണുനീരുമെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് അത് ഈ ഭവനത്തിൻ്റെ പാസ്റ്ററുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്വാസം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് മാറുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. Oh
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം വേദഭാഗത്തിൽ നിന്ന് സൗത്ത് കേരള സെക്ഷൻ്റെ പബ്ലിഷിംഗ് മിനിസ്ട്രി ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ബാബു കൊച്ചപ്പയവർകള വായിച്ചു കേൾക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം നമ്മുടെ ആശ്വാസനായിട്ടൊന്ന് വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വായിച്ചു കേട്ട തിരുവചനങ്ങളാൽ നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുമാറാകട്ടെ. മഹനീയമായ തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് ദൈവം ഒരുക്കി വയ്ക്കുന്നതായ ആ ദൈവകിരീടം പ്രാപിക്കുന്നതിന് മുമ്പുള്ളതായ അന്ത്യവിശ്രമത്തിനായിട്ട് അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നു. പാസ്റ്റർ KJ ലാസറസ് സാറും ഞാനുമായിട്ട് ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹബന്ധമുണ്ട്. ആ സ്നേഹബന്ധം അധികം ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം ശുശ്രൂഷ പ്രവേശിക്കുന്നതായ നെടുമങ്ങാട് സർക്കിളിൽ, അദ്ദേഹം പാലോടും ഞാൻ ചെറുവാളം എന്ന് പറയുന്ന സ്ഥലത്തും ഞങ്ങൾ കുടുംബസ്ഥരായി താമസിച്ച് അനേക വർഷം ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതരായിരുന്നു. അന്ന് മുതലുള്ള സ്നേഹബന്ധം ഈ സമയം വരെ സൂക്ഷിക്കാൻ കഴിഞ്ഞു. തൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായ ഒരു ദൈവദാസനായിരുന്നു. എല്ലാവർക്കും മാതൃകയുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുന്ന മുമ്പായിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെതുമായ അനുശോചനം ഞാൻ ദൈവനാമത്തിലൂടെ രേഖപ്പെടുത്തുന്നു. പാസ്റ്റർ KJ ലാസർ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ വെള്ളറട പനയാട് ദേശത്ത് പരേതരായ ശ്രീ കുഞ്ഞൻ ജോണിൻ്റെയും ശ്രീമതി യോഹന്നാളിൻ്റെയും 8 മക്കളിൽ 6-മനായി 1961 ജനിച്ചു. വെള്ളറട ഗവൺമെൻറ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് 1996 സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച് സൗത്ത് കേരള സെക്ഷൻ വോളണ്ടിയറായി തൻ്റെ ഐഹിക ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു. കാട്ടാക്കട ഈസ്റ്റ് ചർച്ചിൽ ആരംഭിച്ച ശുശ്രൂഷ ജീവിതം കഴിഞ്ഞ ദിവസം വരെയും തുടർന്നുകൊണ്ടേയിരുന്നു. നെടുമങ്ങാട് സർക്കിളിൽ ഒരേ സമയം 5 സഭയുടെ ശുശ്രൂഷകനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുകയും നിരവധി വ്യക്തി ജീവിതങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുകയും ചെയ്തു. തുടർന്ന് 2018 കാട്ടാക്കട സർക്കിളിൻ്റെ സർക്കിൾ ചെയർമാനായി സ്ഥാനമേൽക്കുകയും ഈ സർക്കിളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി താനേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്നലെ 2021 നവംബർ മാസം 30-ാം തീയതി പെട്ടെന്നുള്ള ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഉച്ചയ്ക്ക് 12:30 കർത്താവിന് നിദ്ര പ്രാപിക്കുകയും ചെയ്തു. ദുഃഖാർത്തരായ ഭാര്യ സാറാമ്മ ലാസർ, മക്കൾ മോനി, അജു, അലൻ, ആൽവിൻ. അദ്ദേഹം നല്ല ഒരു സുവിശേഷ പ്രസംഗകൻ, നല്ല ഒരു സംഘാടകൻ എന്ന നിലകളിൽ കർത്താവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച വ്യക്തിയായിരുന്നു. പാസ്റ്റർ KJ ലാസർ കർത്താവിൻ്റെ മഹത്വമുള്ള പ്രതീക്ഷയിൽ മുഖാമുഖം കാണാം എന്ന പ്രത്യാശയിൽ നമുക്ക് ആയിരിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഏവർക്കും പ്രിയങ്കരനായിരുന്ന, എൻ്റെ അറിവിൽ ആരോടും വഴക്കിടുകയോ പ്രതിസന്ധി ഉണ്ടാക്കുകയോ ചെയ്യാത്തതായ പാസ്റ്റർ ലാസറസിൻ്റെ ആകസ്മികമായ നിര്യാണത്തിൽ
അതിദുഃഖിതരായിരിക്കുന്നതായ തൻ്റെ ഭാര്യ സാറാമ്മ, മോനി, അലൻ, അജു, കുഞ്ഞുങ്ങൾ, മറ്റ് ബന്ധുക്കൾ, ചർച്ചക്കാർ, ഈ ശുശ്രൂഷ ഏറ്റവും മഹനീയമായി നടത്താൻ വന്നിരിക്കുന്നതായ പ്രിയ ദൈവിക ശുശ്രൂഷകരെ, ഇദ്ദേഹത്തോടുള്ള സ്നേഹബന്ധത്തിൽ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വന്നിരിക്കുന്ന ദേശനിവാസികൾ, നിങ്ങൾക്കെല്ലാവർക്കും സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ്, അത് തൃശ്ശൂരാണ്, അവിടെ നിന്നും ഞങ്ങളുടെ വർക്കേഴ്സിനെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ഞങ്ങൾക്ക് 880 ആക്റ്റീവ് വർക്കേഴ്സ് ഉണ്ട് സ്കൂളിലും ചർച്ചിലുമായിട്ട്. പിന്നെ 1400ഓളം കോൺട്രാക്ട് ടീച്ചേഴ്സ്മാർ സ്കൂളിലുണ്ട്. 680 പെൻഷനേഴ്സ് ഉണ്ട്, പെൻഷൻ മേടിക്കുന്നവരും ഉണ്ട്. അവരുടെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഞങ്ങൾക്കുള്ള ഈ ആകസ്മികമായ വേർപാടിലുള്ള ദുഃഖം ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. പാസ്റ്റർ ലാസറസ് മരിക്കുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്ര വേഗത്തിലാകണമെന്ന് ആരും വിചാരിച്ചില്ലെന്നേ ഉള്ളൂ. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ആഴ്ച തന്നെ മിസ്സിസ് ഹെബ ഹാരിസ് പറഞ്ഞതുപോലെ, കഴിഞ്ഞ ആഴ്ച ഒരു സൂം മീറ്റിങ്ങിൽ വന്ന് എന്നോട് ദൈവവചന ശുശ്രൂഷയ്ക്ക് പറഞ്ഞപ്പോൾ ഇദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അല്പം വീർത്തിരുന്നു. കാരണം ഈ പാസ്റ്റർ ലാസറസിനെ എനിക്ക് ദീർഘകാലമായിട്ടാണ്. ഇദ്ദേഹം ഒരു ദൈവിക ശുശ്രൂഷകനാകുന്നതിന് മുമ്പ് ഈ നെടുമങ്ങാട് സർക്കിൾ, കാട്ടാക്കട സർക്കിളിലെല്ലാം പാസ്റ്റർ PG ദാനിയേൽ, പാസ്റ്റർ VD ക്രിസ്തുദാസ് അവർ യോഗ പരമ്പരകൾ നടക്കുമ്പോൾ അവരെ എല്ലാ വിധത്തിലും സഹായിക്കുന്ന പല വ്യക്തികളിൽ ഒരാളായിരുന്നു. അപ്പോൾ സത്യത്തോടും സഭയോടും കൂറ് പുലർത്തി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പുതിയ സ്ഥലത്ത് അദ്ദേഹം പ്രവർത്തിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഉണ്ടായ ഒരു കൈപ്പേറിയ അനുഭവം 1996 സൗത്ത് വെസ്റ്റ് ഇന്ത്യ, ഞാൻ സൗത്ത് കേരളയിലെ യൂത്ത് ഡയറക്ടറായിരുന്നു, അദ്ദേഹം വന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം നമ്മുടെ വചനം അച്ചടിച്ചതായ ഈ ഷീറ്റ് കൊടുക്കുമ്പോൾ, നമ്മുടെ ടാക്സ് കൊടുക്കുമ്പോൾ, നീ ഇതൊന്നും ഇവിടെ കൊടുക്കാൻ പാടില്ലെന്ന് വന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. ഈടിനാട്ടെ കച്ചിപ്പേത്തൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കർച്ചീപ്പില്ലായിരുന്നു. റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെടിയുടെ ലീഫ് പറിച്ച് തുടച്ച് കളഞ്ഞിട്ട് ആ പാസ്റ്ററെ ഞാൻ ഇവിടെ വരുന്നെന്നാണ്. അപ്പം അദ്ദേഹം വളരെ കൈപ്പേറിയ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് അതൊന്നും വേണ്ടെന്ന് വെക്കുകയോ അതിലെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണെന്ന് വെച്ച് അതിലൊരു അലസത കാണിക്കുകയോ ചെയ്തിട്ടില്ല. ഏത് കാര്യം ഏൽപ്പിച്ചാലും എവിടെ ചെന്നത് ചെയ്യാനും അദ്ദേഹം റെഡിയായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അലൻ ലാസർ ഇപ്പോൾ നമ്മുടെ സദേനേഷ്യ ഡിവിഷൻ്റെ യൂത്ത് റിപ്രസെൻറ്റേറ്റീവ്. അത് സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയനിൽ സൗത്ത് കേരളയിൽ നിന്ന് ഉള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സദേനേഷ്യ ഡിവിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മാൽഡീവ്സ് ഇത്രയും സ്ഥലങ്ങൾ ചേരുന്നതായ അതിൻ്റെ കമ്മിറ്റിയിലാണ്. ദർ ആർ 67 മെമ്പേഴ്സ്, 67 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒരു മെമ്പർ ഈ പാസ്റ്റർ ലാസറസിൻ്റെ മകൻ അലനാണ്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ആ മകൻ അങ്ങനെ വരത്തക്കവണ്ണം സാറാമ്മ, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ നല്ലതായിട്ട് വളർത്തിയതിലും ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നല്ല രീതിക്ക് വളർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളും
ഈ സമൂഹത്തിൽ എത്രമാത്രം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെന്ന് ഈ കോവിഡ് സമയത്ത് ഇത്രയും പേര് ഇവിടെ സന്നിഹിതരാകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഊഹിക്കാനായിട്ട് സാധിക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ ചില നിബന്ധനകളെ അവഗണിച്ചുകൊണ്ട് ഇത്രയും വരാൻ അദ്ദേഹം, അപ്പോൾ എത്രമാത്രം നല്ല റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്തതായ നല്ല പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും ഇനിയും ഫോളോ ചെയ്തു കൊള്ളണം. നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊള്ളണം. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വേലയിലും സമൂഹത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന വേലയിലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പപ്പയെ മാതൃകയാക്കി കൊള്ളണം. അപ്പോൾ സ്വർഗം സന്തോഷിക്കും. ഈ വേർപാട് താൽക്കാലികം, ഈ പെട്ടിയും താൽക്കാലികം, ഈ ദുഃഖവും താൽക്കാലികം. സത്യവേദ പുസ്തകം പഠിക്കുന്നവർക്ക് ഉയർപ്പിൻ സുപ്രഭാതം വരെ വിശ്രമം കൊടുക്കുന്ന ഒരവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. ഇന്ന് നാം തിരുവചനം പാസ്റ്റർ ബാബുവിലൂടെ വായിച്ചു കേട്ടതുപോലെ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മരണം ഭാഗ്യമാണെന്നാണ് യോഹന്നാൻ ആ വെളിപ്പാട് പുസ്തകത്തിലൂടെ പ്രതിപാദിക്കുന്നത്. മരണം ഭാഗ്യമാണ്. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു. അപ്പോൾ ബൈബിള് എഴുതിയ ഒരു പ്രവാചകൻ പറയുന്നു മരണം ലാഭമെന്ന്, മറ്റൊരു പ്രവാചകൻ പറയുന്നു മരണം ഭാഗ്യമെന്ന്. മരണം ലാഭമാണോ ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ മരണം ലാഭവുമല്ല ഭാഗ്യവുമല്ല. നമുക്ക് എല്ലാവർക്കും 90 വയസ്സ് വരെ ജീവിച്ചിട്ട് ഇനി ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്തതായ ഒരു വ്യക്തി മരിക്കുമ്പോഴും നാടിന് തീരാനഷ്ടം, രാജ്യത്തിന് തീരാനഷ്ടം എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതിന് വിപരീതമായിട്ടാണ് പ്രവാചകന്മാർ എഴുതിയത്. മരണം ലാഭമാണ്, മരണം ഭാഗ്യമാണ്. ഈ ലോകത്തിൻ്റെ ജീവിതം നോക്കുമ്പോൾ മരണം ചിലപ്പോൾ ലാഭമാണ്, ചിലപ്പോൾ ഭാഗ്യവുമാണ്. ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിലും എന്തെല്ലാം വേവലാതികളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം കഷ്ടതയുണ്ട്. കൊറോണ വരുന്നുണ്ട്, എല്ലാവരും മുഖംമൂടി വെച്ച് നടക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, ബന്ധുക്കളെ ഒന്നും കാണാൻ പാടില്ല. എന്തെല്ലാം റെസ്ട്രിക്ഷൻസും നിബന്ധനകളും, ഏതെല്ലാം പ്രതിസന്ധികളാണ്. സമയത്തിന് എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ എന്നറിയണം, സമയത്തിന് ഡ്രസ്സ് കിട്ടിയോ എന്നറിയണം. പിന്നെ ചിലപ്പോൾ തലവേദന വരും, നടുവേദന വരും, വയറുവേദന വരും, കാൽവേദന വരും. ഇങ്ങനെയുള്ളതായ അസുഖം, പ്രയാസങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നവർക്ക് വരും. പക്ഷെ മരിച്ചവർക്ക് ഒരു പ്രയാസം വരും, ഒറ്റ പ്രയാസമില്ല. ഇനി അവർ വിശ്രമിക്കും. അവസാന നാളിലെ പുനരുത്ഥാനത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരെ. അതുവരെ ഈ ലോകത്തിലെ എത്ര പ്രയാസം വന്നാലും അവർക്ക് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് ആ വാക്യം കൊണ്ട് നിങ്ങൾ ആശ്വസിപ്പിച്ചു കൊള്ളണം. പാസ്റ്റർ ലാസറസിന് ഇനി ലോകമായിട്ടുള്ള ഒരു രോഗം, പ്രയാസം, ദുഃഖം അങ്ങനെയുള്ള ഒന്നും അദ്ദേഹത്തിനെ അലട്ടുന്നില്ല. അദ്ദേഹം വിശ്രമം പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, നല്ല പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനം ഇനി നിങ്ങളിലൂടെ ജീവിക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ അജുവിലൂടെ, അലനിലൂടെ, മോനിയിലൂടെ, സാറാമ്മയിലൂടെ, നിങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനം ഇനി ജീവിക്കണം. അരുമരക്ഷകനായ യേശു ക്രിസ്തു ഒരു മരണഭവനത്തിൽ പോയതായ രംഗം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യോഹന്നാൻ വർണ്ണിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അരുമരക്ഷകനായ യേശു ക്രിസ്തു വിലാപഭവനത്തിൽ കല്ലറയിൽ ലാസറസിനെ അടക്കം ചെയ്തു. അടക്കം ചെയ്തതിന് ശേഷം സഹോദരിമാർ സങ്കടപ്പെട്ട് ദുഃഖിച്ചിരുന്നു. അപ്പോൾ അരുമരക്ഷകനായ യേശു ക്രിസ്തു വന്നപ്പോൾ സഹോദരി പറഞ്ഞു,
കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു, നിന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് ആ സ്ത്രീ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ഉടൻ തന്നെ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ അതൊരു പാഴ്വാക്കാണ് ആ സഹോദരി കണ്ടത്, ഒരു പാഴ്വാക്കായിട്ട്. കാരണം അന്മനുഷ്യനായ യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചത് അവർ കണ്ടിട്ടുണ്ട്. അവർ കണ്ടിട്ടുള്ളത് കൊണ്ട് സാധ്യമാണ്. പക്ഷേ കല്ലറയിൽ വെച്ചു പോയില്ലേ? യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് 3 ദിവസം വരെ കറങ്ങി നടക്കാം ആത്മാവ്. ബട്ട് യേശുക്രിസ്തു വന്നത് 4ാമത്തെ ദിവസമാണ്, ഫോർത്ത് ഡേയിൽ വന്നത്. അപ്പോൾ അവിടെ ഇല്ല, തിരിച്ചു കൊടുക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ ഇല്ല എന്ന് അവരുടെ ഒരു വിശ്വാസം, ഒരു തരത്തിലുള്ളതായ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീ ആ വിശ്വാസത്തിന്റെ പുറത്ത് അവർ പറഞ്ഞു, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയും. വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്നതായ പ്രിയ കുഞ്ഞുങ്ങളെ, സാറാമ, അജു, മോനി, നിങ്ങൾ ഈ വചനം കൊണ്ട് ആശ്വസിപ്പിച്ചു. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ പാസ്റ്റർ ലാസറസ് ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കുമ്പോ ഇപ്പൊ ഇതേപോലെ നീരൊന്നും വെച്ചിരിക്കത്തില്ല, ചുക്കും ചുളിഞ്ഞിരിക്കത്തില്ല, തലവേദന, കൈവേദന, കാലുവേദന, കഴുത്തുവേദന, ഇങ്ങനെയുള്ളതായ ഒരു അസുഖത്തോടും കൂടെ എണീക്കില്ല. എണീക്കുമ്പോൾ ഗ്ലോറിഫൈഡ് ബോഡി ആയിരിക്കും. വളരെ അസുഖങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്തൊരു ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ, സ്തോത്രം. ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നാൽ ഈ താൽക്കാലിക ദുഃഖം നിങ്ങൾക്ക് മറക്കാൻ സാധിക്കും. ഇതിനെ മറന്നിട്ട് പ്രത്യാശയോട് കൂടെ ഇരിക്കാനായിട്ട് സാധിക്കും. അതിന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെ അരിമർഷകനായ യേശുക്രിസ്തു ബഥാന്യയിൽ ചെന്നിട്ട് മാർത്തയെയും മറിയനെയും ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ അദൃശ്യ സാന്നിധ്യത്താൽ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ആ ആശ്വാസത്തിൽ കാത്തിരിക്കാം. പക്ഷെ നമ്മൾ ഒരുങ്ങിക്കോണം. കാരണം നമ്മൾ നല്ല പ്രവർത്തനം ജീവിച്ചാൽ മാത്രമേ ഒന്നുകിൽ നമ്മൾ രൂപാന്തരപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ താൽക്കാലികമായ ദുഃഖത്തിൽ നിന്നും ആശ്വാസം കണ്ട് നിങ്ങൾ ആശ്വാസത്തോടു കൂടെ ഇരിക്കുക. ദുഃഖം ആത്മാവ് ഒരുക്കമുള്ളെങ്കിലും ജഡത്തിന്റെ ബലഹീനത ആയതുകൊണ്ട് ദുഃഖം ഉണ്ടാകും. എന്നാലും ഈ തിരുവചനത്തിലൂടെ നിങ്ങൾ ആശ്വാസം കണ്ടെത്തിക്കൊള്ളണം. അപ്രകാരം നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരും മരണം ഒരു താൽക്കാലികമാണെന്ന് അറിയണം. ശവക്കൊടയും ശവക്കുഴിയും ശവപ്പെട്ടിയും വേർപാടും ഒരു താൽക്കാലികം. ഇത് പിന്നെ സത്യമായിട്ട് മാറും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്നും വസിക്കും. അതിന് ആ വിശ്വാസത്തിൽ നിറഞ്ഞിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും ഈ ദേശനിവാസികളോടും അറിയിക്കുവാനുള്ളത്, സൗത്ത് കേരള സെക്ഷനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വേല ചെയ്ത ദാസനാണ് നമുക്കിപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ ലോകത്തിൻ്റെ അന്ത്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ദൈവം തൻ്റെ മക്കളെ വേർതിരിക്കുന്ന സമയമാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. എന്നാൽ ദൈവം വേർതിരിക്കപ്പെട്ട മക്കൾ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ടവരും പ്രതിഷ്ഠിക്കപ്പെട്ടവരും ആയിരിക്കും. അവർക്ക് അവരുടെ പൂർണ്ണ അവകാശം സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവം തൻ്റെ ഹിതപ്രകാരം തൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുക മാത്രമല്ല, നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ഓരോ അവരുടെ ഒരു റേത്ത് സമർപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെയും ഭവനത്തിൻ്റെയും പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷയിൽ സർവശക്തന്റെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
അപ്പോസ്തലന്മാരെ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മണി, മക്കൾ, ഡോക്ടർ ചന്ദ്രിക, മറ്റ് വിശ്വാസികളെ, JSSൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്ന മുമ്പ് വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നെക്കുറിച്ച്. ഞാനൊരു കത്തോലിക്ക പാരമ്പര്യത്തിൽ ഇപ്പോഴും ജീവിച്ചു വരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് ഏകദേശം ഒരു 7 വർഷത്തെ പരിചയം എനിക്കുണ്ട്. ഒരു സുഹൃത്തിനെ പോലെയാണ് എന്നോട് എപ്പോഴും പെരുമാറുന്നത്. ഓരോ ദിവസവും ഒരു 10-15 മിനിറ്റ് എന്നോട് സംസാരിക്കും രാത്രിയാകുമ്പോൾ. ചിലപ്പോൾ എടുക്കാതിരിക്കും, പിന്നെ എന്നെ തിരിച്ചു വിളിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈബിളെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയുന്നത്, പ്രത്യേകിച്ചും ഈ ശബത്തിനെ കുറിച്ച് അറിയുന്നത് ഡോക്ടർ ലാസർ സാറിലൂടെയും ഡോക്ടർ ചന്ദ്രികയിലൂടെയാണ്. ഇവർ രണ്ടുപേരും എന്നെ ഒരു ബൈബിൾ ഈ സംസാരത്തിലൂടെ എന്നെ ബൈബിൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വ്യക്തിപരമായി എന്നെ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ്, പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ഞാൻ കൗൺസിലറായിരുന്നു തൊട്ട് മുമ്പ്. എൻ്റെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ വോട്ടെടുപ്പ് നടക്കുന്നു, ഈ വീട്ടിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ ജയിച്ചു. കൗൺസിലറായതിനു ശേഷം എൻ്റെ വാർഡിലെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പലരെയും ഞാൻ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ ഞാൻ പാസ്റ്റർ പറയും, പാസ്റ്റർ ഇങ്ങനൊരു വിഷയമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം പറയും ചന്ദ്രിക സിസ്റ്ററിനോട് പറയണം. പിന്നീടാണ് എനിക്ക് ചന്ദ്രിക സിസ്റ്ററിനെയും ഡോക്ടർ ചന്ദ്രിക എനിക്ക് പരിചയം കിട്ടുന്നത്. വളരെ ഞാൻ ഡോക്ടർ ചന്ദ്രികയോടും ഞാൻ പറയും, ഇങ്ങനെ ഒരു രോഗി സീരിയസ് ആണ്, ക്യാൻസറായി കിടക്കുന്നു, ഓപ്പറേഷനാണ്. ഇവർ രണ്ടുപേരും ഞാൻ കൊണ്ടുവരുന്ന പ്രവർത്തനവും അവർ പ്രാർത്ഥനയുമായിരുന്നു. അങ്ങനെ വ്യക്തിപരമായ ഒരുപാട് എൻ്റെ കാര്യങ്ങളിലും എൻ്റെ വീട്ടിൽ പല പ്രാവശ്യവും പ്രാർത്ഥിക്കാൻ അദ്ദേഹം വന്നിട്ടുണ്ട്. ഒരു പൈസ പോലും വാങ്ങില്ല. ഇത്ര ദൂരമാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ, അറിയാമല്ലോ വ്യത്യാസം. ഒരു പൈസ പോലും വാങ്ങില്ല. വളരെ സുഹൃത്തായി, ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കത്തില്ല. ഈ പ്രാർത്ഥനാ സമയത്ത് വരുമ്പോൾ അദ്ദേഹം 1 രൂപ പോലും വാങ്ങിക്കുകയോ പിടിക്കുകയോ ചെയ്യുന്ന ഒരു ശീലം അദ്ദേഹത്തിനില്ല. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ ടീ ഷോപ്പിൽ പോയി എന്തെങ്കിലും കഴിക്കുന്ന സ്വഭാവം അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു സ്വഭാവദോഷ്യവും അദ്ദേഹത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം കഴിഞ്ഞാൽ വ്യക്തിപരമായുള്ള നഷ്ടം എനിക്ക് വലുതാണ്. ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു അവസരത്തിലേക്ക് ഇരിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം സങ്കടത്തിലാഴ്ത്തിയിട്ട് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്നത്. ദൈവനിശ്ചയത്തിന് നമുക്കാർക്കും തടുക്കാൻ കഴിയില്ലല്ലോ. നേരത്തെ പലരും പ്രസംഗിച്ചതുപോലെ നാം എല്ലാം സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ യാത്രയാക്കണം. അതിലേക്ക് വേണ്ടിയാണ് JCS ഗ്രൂപ്പ് വളരെ കുറച്ച് മാസങ്ങളെ ആയുള്ളൂ അത് രൂപവൽക്കരിച്ചിട്ട്. ആ JCS ഗ്രൂപ്പിനെ അതിലൂടെ കൺവെൻഷൻ വരെ നടത്തുവാൻ, ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി ഡോക്ടർ ചന്ദ്രികയ്ക്ക് എല്ലാവിധ പിന്തുണയും, ഡോക്ടർ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ഞങ്ങളതിന് മുമ്പാണ്, എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉപദേശവും നൽകിയത് അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സാണ്, കലയാണ്. അതിലൂടെയാണ് JCS ഗ്രൂപ്പ് ഞങ്ങൾ വളർന്നത്. ആ ശക്തിയാണ് ഡോക്ടർ ചന്ദ്രികയെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റുള്ളവർ ഒരുപാട് സംസാരിക്കാനുള്ളതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. വ്യക്തിപരമായി ഒരുപാട് പ്രാർത്ഥന എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും തന്ന ഒരു മഹവ്യക്തിയാണ് ഇതാ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. JCS ഗ്രൂപ്പിന് എല്ലാവിധ സഹായങ്ങളും സഹകരണവും പ്രാർത്ഥനയും വളർച്ചയും തന്ന അദ്ദേഹത്തിന് JCS ഗ്രൂപ്പിൻ്റെ നാമത്തിലുള്ള എല്ലാ അനുശോചനവും പ്രാർത്ഥനയും രേഖപ്പെടുത്തുന്നു. റീത്ത് സമർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട സുരേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Moksha
സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വർഗത്തിലെ വലിയവനും നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് ദിനത്തിൻ്റെ ഈ മധ്യാഹ്ന വേളയിൽ ദൈവമേ, ദുഃഖവും വേദനയും കണ്ണുനീരും നെടുർപ്പും പ്രയാസവും ഭാരവുമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആശ്വാസത്തിനും സമാധാനത്തിനും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കരുണാനിധിയായ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 25 വർഷം ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് സുസ്ഥിരമായ സേവനം അവിടെ അനുഷ്ഠിച്ചതായ അവിടുത്തെ ദാസൻ ഫാസ്റ്റർ KJ ലാസർ, ദൈവത്തിൻ്റെ ഈ ലോകത്തിൻ്റെ പ്രസിഡന്റ് ഫാസ്റ്റർ രാജു ജോസഫിന് ദൈവത്തിൻ്റെ കരങ്ങൾ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൂടി ആ സമർപ്പണ ശുശ്രൂഷ നടത്തുവാൻ ദൈവം ശക്തിയിരിക്കണമേ, അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദാസന്റെ വേർപാടിൽ അഗാധമായ വേദനയും പ്രയാസവുമായിരിക്കുന്നതായ പ്രിയ ദാസിയെയും മക്കളെയും മരുമക്കളെയും എല്ലാം തുറന്ന് അവർക്ക് വേണ്ടുന്നതായ ആശ്വാസവും ധൈര്യവും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള മനോധൈര്യം പ്രിയപ്പെട്ട ദാസിക്ക് സ്വർഗത്തിൽ ദൈവം നൽകണമേ. മക്കളെയും ദൈവം ആശ്വാസം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദാസൻ തുടങ്ങി വെച്ചതായ കാര്യങ്ങൾ കൂടി ഇനി കുടുംബം മുന്നോട്ട് പോകുവാനും ദൈവമേ തുടങ്ങി വെച്ചതായ വിശ്വാസ പ്രമാണം പൂർത്തീകരിച്ചു മുന്നോട്ട് അവരുടെ ജീവിതം നയിക്കപ്പെടുവാൻ തക്കോണം ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാസന്റെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരെയും ദൈവം ആശ്വാസം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി ഞങ്ങൾക്ക് പരിപൂർണമായി അനുകൂലമാക്കി തന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. എല്ലാ നന്മ നിറയ്ക്കണമേ. ഞാൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസിനൊപ്പം ഈ പ്രിയപ്പെട്ട ദാസനെ ഓർമ്മിപ്പാൻ തക്കണം ദൈവം ഞങ്ങളെ ദൈവം ഞങ്ങളെ ഒരുക്കിയിരിക്കാൻ സ്തുതിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മ നിറയ്ക്കണമേ. ഇന്ന് കൂടിയ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നു, യൂണിയൻ പ്രസിഡന്റ് പ്രാർത്ഥിക്കുന്നു, അതിലെല്ലാ ശുശ്രൂഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം വളരെ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ തക്കണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശു നാമത്തിൽ തന്നെയും ആമേൻ. കുഞ്ഞുമോൻ പാസ്റ്റർ ഇതുവഴി കടന്നു വന്ന് ഇങ്ങനെ അങ്ങ് വെളിയിൽ പോകട്ടെ. ഇവിടെ ഇരിക്കുന്നവരൊന്ന് ബാക്കിലോട്ടൊന്ന് വേഗം ഇതിലെ മനുഷ്യരകത്തോട്ട് കയറി നിൽക്കാം. വെളിയിൽ നിൽക്കുന്നവർക്ക് കാണാനുള്ള അവസരമാണ്. ഇനി ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ കാണാനുള്ള അവസരമാണ്. ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ കാണാനുള്ള അവസരമാണ്. യെസ്, എല്ലാ പാസ്റ്റർമാരും മുൻപിൽ അണിയിറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ പാസ്റ്റർമാരും മുൻപിൽ അണിയിറക്കണം. എല്ലാ പാസ്റ്റർമാരും ബോഡി ദൈവത്തിന്റെ
വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുഴിക്കരയിലെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. നമുക്ക് ഏവർക്കും ചേർന്ന ശോഭയേറും ഒരു നാടുണ്ട് എന്നുള്ള ഗാനപ്പാടാം. ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സൗത്ത് കേരള സെക്ഷന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ രാജു ജോസഫ് അവர்களാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ശോഭയേറും ഒരു നാടുണ്ട്. ഈ സമയം വേദഭാഗത്തിൽ നിന്നും കാട്ടാക്കട സർക്കിൾ സഭാ ശുശ്രൂഷണ സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ബോബൻ ജേക്കബ് വേദഭാഗം വായിക്കുന്നത്. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 90-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മറ്റൊരു പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ ആശ്വാസവചനങ്ങൾ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഈ സമയം സൗത്ത് കേരള സെക്ഷന്റെ ട്രഷറായി സേവനമനുഷ്ഠിക്കുന്ന ഡിയാൻ ബഴകം സാറുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. നിങ്ങളെ നേസിക്കുന്ന നല്ല കർത്താവെ, இந்த நல்ல வேளையிலே தேவரே, இந்த மத்தியான வேளையிலே அடியாரோடு கடந்த நாட்களில் பிரவர்த்தித்த தேவரே பாஸ்டர் கேஜே லாஸ்டர் அவர்களுடைய அந்திய வழியளிப்பு ஆராதனையில் கூடியிருக்கிற ஒவ்வொருவரையும் ஒத்திருக்கிற தருணம் நீத்தாமே துக்கத்தில் இருக்கிற அடியாளுக்கு ஒவ்வொருவருக்கும் ஆசுவாசமும் சமாதானமும் നൽകുம்படியாக கேட்கிறோம். தேவரே, இந்த வேளையிலே மதமானுடைய அந்தி யாத்திரையில் தேவரே அந்தி யாத்திரை சம்பந்தமான தேவரி சுசுரூசையில் பங்கு கொண்டிருக்கிற ஒவ்வொரு பிள்ளைகளையும் ஒருத்திருக்கிறப்பா, அடியாள் கேட்கிற நல்ல ஆலோசனைகள் அடியாளுடைய ஜீவத்தையும் தேவரே அடியார்களும் ஒரு சமயம்
இதே போல ஒரு யாத்திரையில் போக இருக்கிறோம் தேவரே என்பதை நாங்கள் புரிந்து கொள்ளும்படியான நல்ல சாக்கியத்தை இங்கு கூடியிருக்கிற ஒவ்வொருவருக்கும் தர வேண்டும் என்று கெஞ்சிருக்கிறோம். ஆசீர்வாதம் பெறப்பட்டும் நன்மையினால் கிருபையினால் நேர்த்து காத்துக்கொள்ளும். துதி கனம் மகிமையாவற்றை நேர்த்துக்கொள்ளும். இயேசு கிறிஸ்துவின் இன்ப நாமத்தில் தாழ்மையை வேண்டிக் கொள்கிறோம். ஜீவனுள்ள நல்ல நோக்கினது. അഹല്യമായ ശുശ്രൂഷക്കായി പാസ്റ്റർ രാജ് ജോസഫ് അവരുടെ സ്നേഹപൂർവ്വം. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഒരു മനുഷ്യന് ജീവനോടുകൂടി എത്തപ്പെടുവാൻ കഴിയുന്ന ഒരിടത്ത് നാം എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപോട്ട് നമുക്കാർക്കും പോകുവാൻ കഴിയുകയില്ല. ഈ കുഴിയുടെ വക്കിൽ നാം എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മളോടൊപ്പം ആയിരുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെയും ദൈവിക ശുശ്രൂഷയിലായിരുന്ന പ്രിയ മകൻ പാസ്റ്റർ KJ ലാസറസ് വിശ്രമിക്കുവാൻ പോകുന്ന ഇടമാണ് നാം എല്ലാവരും എത്തി നിൽക്കുന്നത്. കർത്താവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷത വരെയും പ്രിയ മകൻ ഇവിടെ വിശ്രമിക്കുന്നു. നാം ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഓർക്കുകയും നാം ഓരോരുത്തരും പുതുക്കം പ്രാപിക്കുകയും ചെയ്യേണ്ടതാകുന്ന നിമിഷങ്ങളാകുന്നു ഇപ്പോൾ ഉള്ളത് എന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രസ്താവിക്കുന്നു: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും. നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നമ്മെല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നമ്മെല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ തിരുവചനം നിവൃത്തിയാകും. ഇവിടെ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഇതിന് ശക്തമായിട്ടുള്ളതായ മറുപടി തുടർന്നുള്ളതായ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇവിടെ പറയുകയാണ്, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം വീണ്ടും പ്രസ്താവിക്കുന്ന ഇപ്രകാരമാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിച്ചവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അതുകൊണ്ട് വലിയൊരു വാഗ്ദാനം നമുക്ക് നൽകുന്നു: ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പ്രിയ പാസ്റ്റർ നമ്മൾ യാത്രാമൊഴി നൽകുമ്പോൾ ഇവിടെ പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ. ആ പ്രത്യാശയുടെ സന്ദർഭത്തിനായി നമുക്ക് ഒരുങ്ങാം. ഈ സമയം പെട്ടി അടച്ച് നമുക്ക് കുഴിയിലേക്ക് കൊടുക്കാം. ദൂതസ്വരം വീശും തേജസ്കരയുടെ പാടും കടലിൽ ഭാഗ്യരാമോടെ യേശു കൈമാസ്വരം തന്മാർവിലും ക്ഷേമം തൻ സ്നേഹത്താണീരൻ ദേഹികവും സ്വസ്ഥം യേശു കൈമാസ്വരം ആകുലവിഹീനം ലോകപരീക്ഷ പാപം ദ്രോഹിച്ചിടാനൂരം ദുഃഖത്തിൻ വരണം സ്വാതന്ത്ര്യമോദം യേശു കൈമാസ്വരം സ്വസ്ഥം പ്രേമ സംഗീതം യേശു സ്ഥാനം നല്ലോറപ്പ് ശാന്തിയാനിൽക്കട്ടെ രാത്രി അണിയോളം ദേഹിയും സ്വസ്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഞാൻ പൂവിടുന്നതായ പൂവും മണ്ണൊക്കെ ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് ആദരവ സൂചകമായിട്ട് അത് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ശുശ്രൂഷയുടെ മധ്യത്തിൽ വെച്ചത് ചെയ്യാതെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനൊരു അനുവാദം നൽകുന്നതാണ്. ആ സമയത്ത് അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശുശ്രൂഷയ്ക്ക് മറ്റ് പ്രതികൂലങ്ങളില്ലാതെ മുൻപോട്ട് പോകുവാൻ സാധ്യമാകും. അതുകൊണ്ട് പൂവോ മണ്ണോ മറ്റ് ആദരസൂചകമായി നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ അത് കയറുകളിൽ സൂക്ഷിക്കുക. നമ്മുടെ പ്രിയ പാസ്റ്റർ ലാസറസ് ക്രിസ്തുവിൽ നിദ്ര കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്ത് തൻ്റെ കാരുണ്യാലും അത്യധികമായ ജ്ഞാനത്താലും വിലയേറിയ സ്നേഹത്താലും ഇഷ്ടം തോന്നിയിരിക്കുകയാൽ തൻ്റെ പ്രത്യക്ഷതയെങ്കിൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി നാം ഈ ശരീരത്തെ മണ്ണിനു മണ്ണായും പൂഴിക്ക് പൂഴിയായും ചാരത്തിന് ചാരമായും ഭൂമിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു.
അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഇനി അവർക്ക് വിശക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവയെങ്കിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തിൽ അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ അധികാരത്തിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ യൗവനത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? മനുഷ്യർ താൽക്കാലികരാകുന്നു, അവന്റെ ദിവസങ്ങൾ പൂ പോലെ മാഞ്ഞു പോകുന്നു, പറമ്പിലെ പൂ പോലെ പൂത്തുവാടിപ്പോകും. ആകയാൽ എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതർത്തിനാം പാർക്കലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണും എൻ പേരും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുക ഭക്തഭവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൻ പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്ത് ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. ബഹുമാനമുള്ള പാസ്റ്റർ ജോഷിതായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധനായ നല്ല ദൈവമേ, നല്ലൊരു അടക്ക ശുശ്രൂഷയുടെ ഭാഗമായി അവിടുത്തെ സന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കാൻ നല്ല കാലാവസ്ഥകളും നല്ല ശുശ്രൂഷകന്മാരെയും അങ്ങ് കൂട്ടിച്ചേർത്ത മഹാദേവിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയദാസന് വിട്ടേച്ചു പോകുന്നതായ ഭവനത്തെയും ഭവനാംഗങ്ങളെയും മക്കളെയും സഹോദര കുടുംബങ്ങളെയും എൻ്റെ കർത്താവ് മാനിക്കണമേ. അവിടെ ദുഃഖങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന വിധത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ അവർക്ക് ആശ്വാസത്തെ നൽകി നിലനിൽക്കുവാൻ വേണ്ടതായ ഒത്താശ നൽകേണ്ടതിന് എൻ്റെ കർത്താവ് അങ്ങ് സഹായിക്കണമേ. ശുശ്രൂഷ ചെയ്യാൻ വന്ന എല്ലാ പ്രിയപ്പെട്ട ദേവദാസന്മാർക്കും വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവോളം അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ഈ ശരീരത്തെ ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന സാത്താൻ അവകാശപ്പെടാതിരിക്കേണ്ടതിന് മോശയുടെ ശരീരത്തെ കാത്തു സൂക്ഷിച്ചതുപോലെ
അവിടുത്തെ ദൂതന്മാരെ അയച്ച് ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കണമേ. അവിടുത്തെ രണ്ടാം വരവ് വരെ അവിടുത്തെ പ്രിയമകനെ സൂക്ഷിച്ചുകൊണ്ട് ആ പ്രത്യാശയുടെ ഉയർപ്പിനാളിൽ പ്രിയദാസൻ അവിടുത്തെ സന്നിധിയിൽ കാണുവാൻ ഇത് നിമിത്തം സഹായിക്കുകയും നല്ല പ്രതിഫലത്തിനായി അവിടുത്തെ മകനെ തിരഞ്ഞെടുത്ത് അവിടുത്തെ യോഗ്യതയ്ക്കൊത്തോണം നിലനിർത്തിയെടുത്തിന് ഹല്ലേലൂയ അങ്ങ് സഹായിച്ചു കൊള്ളണമേ. ബന്ധുമിത്രാദികളായി, ചർച്ചക്കാരായി, അതുപോലെ സുവിശേഷ പ്രവൃത്തിയിൽ പങ്കുള്ളവരായി, സഭാവിശ്വാസികളായി നിലകൊള്ളുന്ന ഈ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മാനിച്ച് അനുഗ്രഹിച്ച് അവരെ ആശ്വസിപ്പിച്ച് സമാധാനത്തോടെ വാഴുവാൻ ഈ ദേശത്ത് അവിടുത്തെ മക്കളെ അങ്ങ് അനുഗ്രഹിച്ച് കാത്ത് രക്ഷിക്കണമെന്നും യേശുവിന്റെ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിച്ചു കൊള്ളുമ്പോൾ എളിയ പ്രാർത്ഥന കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ പരിശുദ്ധനായ നല്ല ദൈവമേ. ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും അരുമരക്ഷകനും പ്രിയപുത്രനുമാകുന്ന ക്രിസ്തുയേശുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും സംരക്ഷണവും കാവൽ സന്നിഹിതരായിരിക്കുന്ന ഓരോ മക്കളോടും സന്നിഹിതരാകാൻ കഴിയാത്ത മക്കളോടും വിശേഷിച്ച് പ്രിയ പാസ്റ്റർ വിട്ടേച്ചു പോയതായ ഭാര്യയോടും ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും അങ്ങയുടെ വരവോളം ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ഈ സമയം പുഷ്പങ്ങള് അതുപോലെ തന്നെ മണ്ണ് ഇട്ട് നിങ്ങൾക്ക് ആദരസൂചകമായിട്ട് സമർപ്പിക്കാം. കുഴുക്കൽ ശുശ്രൂഷ അവസാനിച്ചു.